ഹലോ ഗൈസ്, ഞാൻ അമീന. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എവല്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള. ഓക്കെ, അപ്പോൾ ഈ കേരളത്തിൻ്റെ എവല്യൂഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ സോഷ്യലും കൾച്ചറൽ ആസ്പെക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം. കാരണം കൾച്ചറും പിന്നെ കേരളയുടെ എഡ്യൂക്കേഷന് കേരളയുടെ എവല്യൂഷനെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ആദ്യം കേരളത്തിൻ്റെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് വളരെ പണ്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, സംഘം പീരീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും പിന്നെ എല്ലാ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് പറഞ്ഞിട്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ആ ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആര്യനൈസേഷൻ വന്നപ്പോൾ ബ്രാഹ്മിൻസ് അപ്പർ കാസ്റ്റ് ആയതും എഡ്യൂക്കേഷൻ ബ്രാഹ്മിൻസിന് മാത്രമേ പറ്റുള്ളൂ എന്നായത്. പിന്നെ ലോവർ കാസ്റ്റിനും ഈവൻ വുമൻസിനടക്കം എന്തായി എഡ്യൂക്കേഷൻ റെസ്ട്രിക്റ്റ് ചെയ്തു. ജസ്റ്റ് ബ്രാഹ്മിൻസിന് മാത്രമാണ് എഡ്യൂക്കേഷൻ മതി എന്നുള്ളൊരു ഇതായി ആര്യനൈസേഷൻ വന്നതിന് ശേഷം. സോ ഇപ്പോൾ കൾച്ചറും അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. നമ്മൾ എവല്യൂഷൻ പറയുമ്പോൾ, കേരളത്തിൻ്റെ എവല്യൂഷൻ പറയുമ്പോൾ കൾച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അങ്ങനെ ബ്രാഹ്മിൻസ് വന്ന ടൈമിലാണ് അവർ സാലാസ് ഉണ്ടാക്കി. സാലാസ് ആയിരുന്നു അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ഈ നായർമാരുണ്ടാക്കിയതാണ് കളരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിലിനി കൂടുതൽ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ സംഭവങ്ങളാണ് ഈ ഒരു PPT കൂടുതൽ പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ബുദ്ധവിഹാരാസ്, സാലാസ്, ഓത്തുപള്ളീസ്, കുടിപ്പള്ളിക്കൂടം, മദ്രസ, കളരീസ്. ബുദ്ധവിഹാര മീൻസ് നമുക്കറിയാം എന്താണ്, മൊണാസ്ട്രി ആണ്. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബുദ്ധവിഹാരാസ്. അത് കേരളത്തിൽ വന്ന ടൈം 600 BC to 1200 AD ആണ്. അപ്പം ഇപ്പം അങ്ങനെ എന്താ പറയുക, ബുദ്ധന്മാർ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. പക്ഷെ മുന്നേ പണ്ട് കാലങ്ങളിൽ അവർ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ വിഹാരാസ് ആണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന് അപ്പോൾ പറഞ്ഞിരുന്നത് മീൻസ് കേരളത്തിൽ അന്ന് പറഞ്ഞിരുന്നത് പള്ളിയായിരുന്നു. ആ പള്ളി എന്നുള്ള വേർഡ് നമ്മൾ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട പള്ളിക്കൂടം പിന്നെ പള്ളികളായിട്ടാണ്. അങ്ങനെ പള്ളി പറഞ്ഞിട്ടുള്ള വേർഡ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഈ ബുദ്ധകളുടെ കയ്യിൽ നിന്നാണ്. പിന്നെ അന്നുണ്ടായിരുന്ന കുറേ വിഹാരാസ് എന്ത് ചെയ്തു, ടെമ്പിൾക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താ വെച്ച് കഴിഞ്ഞാൽ നിർവാണ, സാൽവേഷൻ അല്ലെങ്കിൽ നിർവാണയാണ് അവരുടെ അൾട്ടിമേറ്റ് എയിം. പിന്നെ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ മറ്റേ സാലാസൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എഡ്യൂക്കേഷൻ ബ്രാഹ്മിൻസിനെ കിട്ടുള്ളൂ. ഇതിൽ എല്ലാ കാസ്റ്റിനും ക്ലാസ്സിനും റിലീജിയൻ അങ്ങനെ ഒരു ഇതും നോക്കാണ്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. വിമൻസിനും എഡ്യൂക്കേഷൻ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ആ ടൈമിൽ നല്ല സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. നമ്മൾ കുറേ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ കുറേ എക്സാമ്പിൾസ് നമ്മൾ ഫോളോ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ടെമ്പിൾസ് നമ്മൾ കൺവേർട്ട് ചെയ്തു, വിഹാരാസ് ടെമ്പിൾസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ നിന്ന് കുറേ കാര്യങ്ങൾ കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പിളും ഇപ്പം സാലാസൊക്കെ കുറേ അവിടെ നിന്ന് കടമെടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചോവല്ലൂർ ടെമ്പിൾ അതിൻ്റെ ആർക്കിടെക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീനായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. ഇതൊക്കെ എന്താണ്, ബുദ്ധന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുകളാണ് ഈ ഓരോന്ന്. നെക്സ്റ്റ് സാലാസ് വന്നത് 800 to 1102 AD ഈ സാലാസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കൂടുതലും സാലാസ് ടെമ്പിളിനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് സാലാസ് എടുക്കാറ്. ഈ സാലാസ് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്കൃത് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഹാൾ അല്ലെങ്കിൽ ഹൗസ് ആണ്. ഇതിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ പേരാണ് ചട്ടർ. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ പേര് ഭട്ടാചാരി.
സ്റ്റുഡൻസിൻ്റെ പേര് ചട്ടർ, ടീച്ചേഴ്സിൻ്റെ പേര് ഭട്ടാചാരി. ഇതിൽ അഡ്മിഷൻ മീൻസ് അഡ്മിഷൻ ഗിവൺ അഡ്മിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താവണം, പ്രൊഫിഷ്യൻ്റ് ഇൻ ഗ്രാമർ, ലോജിക് ആൻഡ് ടെമ്പിൾ ഡ്യൂട്ടീസിൽ പ്രൊവിഷൻസ് ഉണ്ടായി. മീൻസ് അവരെന്താ ഗ്രാമറിൽ അത്യാവശ്യം നോളേജ് ഉണ്ടാവണം, ലോജിക് ഉണ്ടാവണം, ഗ്രാമറിലുള്ള ലോജിക് ഉണ്ടാവണം, പിന്നെ ടെമ്പിൾ ഡ്യൂട്ടീസ് അവരുടെ ഇങ്ങനെ മന്ത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം, അതിലൊക്കെ നല്ലോണം നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സാലാസിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. സാലാസ് സ്പെസിഫിക്കലി ബിൽഡ് ചെയ്തേക്കുന്ന ആർക്കാണ്, ബ്രാഹ്മിൻസിനായിട്ടാണ് സാലാസ് ഉള്ളത്. ആര്യനൈസേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സാലാസ് വന്നത്. അപ്പോൾ സാലാസ് മെയിൻലി ഉള്ളത് ബ്രാഹ്മിൻസിനാണ്. പിന്നെ ഇത് റെസിഡൻഷ്യൽ ആണ്, ഇവിടെ തന്നെ നിന്നിട്ട് വേണം പഠിക്കാനായിട്ട്. വേദിക് എഡ്യൂക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിലെന്താണ് കൂടുതലും അമ്പലത്തിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഉണ്ടാവുക. ആ സാലാസിൽ നിന്നിട്ട് അവിടെ തന്നെ നിന്നിട്ട് വേണം കുട്ടി പഠിക്കാനായിട്ട്. വേദിക് എഡ്യൂക്കേഷൻ കൊടുക്കും, ഫിലോസഫി ഉണ്ടാവും, ഗ്രാമർ, പൊളിറ്റിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനത്തെ സബ്ജക്ട്സ് ആണ് സാലാസിൽ കൊടുക്കുക. പിന്നെ അവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു ബ്രാഹ്മിൻസിന് മാത്രമായിട്ടാണ് ദിസ് എഡ്യൂക്കേഷൻ ഇസ് റെസ്ട്രിക്റ്റഡ്, ദിസ് എഡ്യൂക്കേഷൻ ഇസ് ഓൺലി ഫോർ ബ്രാഹ്മിൻസ്. വേറെ ആർക്കും കൊടുത്തിരുന്നില്ല. ബാക്കി എല്ലാവർക്കും എന്തായിരുന്നു, ആ ടൈമിൽ എഡ്യൂക്കേഷൻ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ലോവർ കാസ്റ്റിനൊന്നും എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. നെക്സ്റ്റ് ഓത്തുപള്ളി. ഓത്തുപള്ളിയാണ്. ഓത്തുപള്ളി ഇതുപോലെ ടെമ്പിൾ അല്ല, പള്ളിയുടെ അടുത്തായിരുന്നു, മോസ്കിന്റെ അടുത്തായിരുന്നു ഓത്തുപള്ളി ഉണ്ടായിരുന്നു. ഓത്തുപള്ളി മെയിനായിട്ട് മുസ്ലിംസിനായിരുന്നു ഓത്തുപള്ളി ഉണ്ടായിരുന്നത്. ഇതില് സിംഗിൾ ടീച്ചർ റിലീജിയൻ സ്കൂളായിരുന്നു. ഒറ്റൊരു ടീച്ചറാണ് ഓത്തുപള്ളിയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ലൊക്കേറ്റഡ് നിയർ മോസ്ക്, മുസ്ലിയാർ അല്ലെങ്കിൽ മൊല്ലാക്ക എന്നായിരുന്നു ടീച്ചറിന് പറയാം. ടീച്ചറിനെ നമ്മൾ വിളിച്ചിരുന്ന മുസ്ലിയാർ അല്ലെങ്കിൽ മൊല്ലാക്ക. ഇതിൽ കൂടുതലും പഠിപ്പിക്കുക ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിച്വൽസ്, പിന്നെ എങ്ങനെയാണ് ഖുറാൻ വായിക്കേണ്ടത്, ഖുറാൻ റിസൈറ്റേഷൻ, പിന്നെ അത് ബൈ ഹാർട്ട് ചെയ്തിട്ട് റൂട്ട് ലേണിംഗ് ആണെന്ന് കൂടുതൽ. മീൻസ് അങ്ങനെ ഖുറാനത്തെ ഓരോന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുട്ടികൾ അത് റിപ്പീറ്റ് ചെയ്യലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അല്ലാണ്ട് മറ്റേ ഹയർ എഡ്യൂക്കേഷൻ പോലത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. രണ്ട് ബോയ്സിനും ഗേൾസിനും ഈ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. കൂടുതലും ഇതിൽ ഇസ്ലാമിക് സ്റ്റഡീസ്, എങ്ങനെ നിസ്കരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ഓത്തുപള്ളീസിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഓത്തുപള്ളി മുസ്ലിംസിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതലും മോസ്കിന്റെ അടുത്തായിരിക്കും ഓത്തുപള്ളികൾ ഉണ്ടാവുക. പിന്നെ മദ്രസ ഈ പറഞ്ഞ പോലെ മുസ്ലിംസിന് മാത്രമാണ്. ഇത് എന്താണ്, മോസ്കിനായിട്ട് അറ്റാച്ച്ഡ് ആണ്. മറ്റേത് നിയർ മോസ്ക് ആയിരുന്നു, ദിസ് ഇസ് അറ്റാച്ച്ഡ് ടു മോസ്ക്. പിന്നെ മദ്രസയിൽ രണ്ട് ഫേസസ് ഉണ്ട്, മക്തബ് ആൻഡ് മദ്രസ. മക്തബ് കൊടുക്കുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. മക്തബ് പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് മക്തബ് യൂസ് ചെയ്യുക. കണ്ടോ, മക്തബ് ഇസ് ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ. അതിൽ മക്തബിന്റെ മെയിൻ എയിം വെച്ച് കഴിഞ്ഞാൽ എന്താ, ഖുറാൻ വായിക്കുക ഉള്ളതായിരുന്നു മക്തബിന്റെ മെയിൻ എയിം. അപ്പോൾ ഖുറാൻ റീഡ് ചെയ്യുക എന്നുള്ളതാണ് മക്തബിന്റെ എയിം. പിന്നെ റിലീജിയസ് പ്രയർ കാര്യങ്ങളൊക്കെ കുട്ടി മനസ്സിലാക്കിയിരിക്കുക. പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് മക്തബിൽ കൊടുക്കുക. അതിൽ മെയിൻ എയിം പറഞ്ഞാൽ ഖുറാന് ഓതാൻ അറിയുക, പിന്നെ നിസ്കാരം കാര്യങ്ങളും ബേസിക് പ്രയർ സംഭവങ്ങളൊക്കെ കുട്ടി പഠിക്കുക. ബേസിക് സാധനങ്ങളൊക്കെ ഒരു മുസ്ലിം ആവാനുള്ള ബേസിക് കാര്യങ്ങളൊക്കെ കുട്ടി പഠിക്കേണ്ടതാണ് മക്തബിൽ. മക്തബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായി, മദ്രസയിൽ അഡ്മിഷൻ എടുക്കാൻ എലിജിബിളായി. മദ്രസയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവണ മീൻസ് അവിടുത്തെ കരിക്കുലം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോളേജൊക്കെ പോലെ ആയിരിക്കും മക്തബ്. അപ്പോൾ മദ്രസയിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറീസിലാണ് നമ്മൾ ആക്കുക. ഒന്ന് റിലീജിയൻ,
രണ്ട് കാറ്റഗറീസ് ആണ് ഉണ്ടാവുക. റിലീജിയസ് സ്റ്റഡീസ് ഉണ്ടാവും, സെക്യുലർ സ്റ്റഡീസ് ഉണ്ടാവും. റിലീജിയസിൽ നമ്മൾ എന്താ ഹോളി ഖുറാൻ സ്റ്റഡി ചെയ്യുക, ഖുറാനത്തെ കാര്യങ്ങൾ പഠിക്കുക, പിന്നെ പ്രൊഫറ്റിനെ കുറിച്ചിട്ട് പഠിക്കുക, ഇസ്ലാമിക് ലോസ് കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിലാണ് റിലീജിയസ് സ്റ്റഡീസിൽ ഉണ്ടാവുക. റിലീജിയസിൽ അതുപോലെ തന്നെ അല്ല സെക്യുലറിൽ ഉണ്ടാവുക അറബിക്, ഗ്രാമർ, പോസ്റ്റർ, പ്രോസ്, ലിറ്ററേച്ചർ, ലോജിക്, ഫിലോസഫി, ലോ, ആസ്ട്രോളജി, അരിത്തമാറ്റിക്, മെഡിസിൻ, അഗ്രികൾച്ചർ, അങ്ങനത്തെ മീൻസ് ഖുറാൻ അല്ലെങ്കിൽ മുസ്ലിംസ് റിലേറ്റഡ് സാധനങ്ങളല്ലാത്തതാണ് സെക്യുലറിൽ പഠിക്കുക. സെക്യുലറാണ് മാറിപ്പോയതാ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് സെക്യുലറിൽ പഠിക്കുക. അപ്പോൾ ഗ്രാമർ, ലിറ്ററേച്ചർ, അറബിക് അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ അതുകൂടാണ്ട് മെഡിസിനും അഗ്രികൾച്ചറും അരിത്തമാറ്റിക്കും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ മദ്രസയിൽ സെക്യുലർ സ്റ്റഡിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഓത്തുപള്ളി ഗേൾസിനും ബോയ്സിനും ഉണ്ടായിരുന്നു. പക്ഷെ മദ്രസ ബോയ്സിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഗേൾസിന് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നില്ല. ഇവിടെ മദ്രസയിലാവുമ്പോൾ എന്താ ഗേൾസ് ഫുള്ള് ബുർക്കിട്ട് നടക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഗേൾസിന്. ബട്ട് അവർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ആദ്യം മദ്രസയിൽ മക്തബ് ഉണ്ട്. മക്തബ് പ്രൈമറി എഡ്യൂക്കേഷൻ. നമ്മൾ ഹോളി ഖുറാൻ വായിക്കാൻ പഠിക്കുക, മീൻസ് അണ്ടർസ്റ്റാൻഡ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് വായിക്കാൻ പഠിക്കുക, ഹോളി ഖുറാൻ വായിക്കാൻ പഠിക്കുക. പിന്നെ പ്രയർ കാര്യങ്ങളൊക്കെ പഠിക്കലാണ് മക്തബിൽ. അങ്ങനെ മക്തബിലത്തെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി നേരെ മദ്രസയ്ക്ക് പോകും. മദ്രസയിൽ രണ്ട് കാറ്റഗറി ഉണ്ട്, റിലീജിയസ് ആൻഡ് സെക്യുലർ. റിലീജിയസ് സ്റ്റഡിയിൽ നമ്മൾ ഖുറാനെ കുറിച്ച് സ്റ്റഡി ചെയ്യും, മീൻസ് മറ്റേതിൽ ജസ്റ്റ് റീഡ് ചെയ്യാൻ പഠിച്ചുള്ളൂ. ഇവിടെ ഖുറാനെ കുറിച്ച് സ്റ്റഡി ചെയ്യാണ്. പിന്നെ പ്രൊഫറ്റിനെ കുറിച്ച് പഠിക്കും. പിന്നെ ബാക്കി ഇസ്ലാമിലുള്ള ഓരോ ലോസ് കാര്യങ്ങളൊക്കെ കുട്ടി പഠിച്ചു പോകണം. പിന്നെ സെക്യുലറിലുള്ളതാണ് നമ്മൾ സാധാ പഠിക്കുന്ന സബ്ജക്ട്സ് ഒക്കെ സെക്യുലറിൽ വരും. അറബിക്, ഗ്രാമർ, പ്രോസ്, ലിറ്ററേച്ചർ, ലോജിക്, മെഡിസിൻ, അഗ്രികൾച്ചർ, ആസ്ട്രോളജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെക്യുലർ സ്റ്റഡിയിൽ വരും. പിന്നെ ഗേൾസിന് ഈ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. കളരി കൂടുതലും ഉണ്ടായിരുന്നത് നമ്പൂതിരിമാർക്കായിരുന്നു, നായർമാർക്കായിരുന്നു കളരി കൂടുതലുണ്ടായിരുന്നത്. സെയിം ആര്യനൈസേഷൻ ടൈമിൽ തന്നെയാണ്. അതിൽ കൂടുതലും മാർഷൽ ആർട്സിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ആകെ മാർഷൽ ആർട്സ് ആണ് ഉണ്ടായിരുന്നത്. ഇത് മറ്റവർക്കൊരു ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ വേണം, അതിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു കളരി. അപ്പൊ ഇതിൽ കൂടുതലും മാർഷൽ ആർട്സ് മാത്രമായിരുന്നു. ഇത് പറഞ്ഞ പോലെ ടെമ്പിളിനായിട്ട് അറ്റാച്ച്ഡ് തന്നെ ആയിരിക്കും കളരീസ് ഉണ്ടാവുക. ഇത് കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത് മലബാർ റീജിയനിലാണ്. ഇപ്പം പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇതിൽ. എഴുത്തുപള്ളിന്നാണ് കുട്ടി എങ്ങോട്ട് കടക്കണത്, കളരിക്ക് കടക്കണത്. ഈ കളരിയിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനെ പറയുന്ന പേരാണ് പണിക്കർ അല്ലെങ്കിൽ കുറുപ്പ്. പണിക്കർ അല്ലെങ്കിൽ കുറുപ്പ്. കളരിയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണ കർക്കിടകം അല്ലെങ്കിൽ ജൂലൈ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഈ കളരി പറഞ്ഞാൽ റെസിഡൻഷ്യൽ ആണ്, അവിടെ തന്നെ നിന്ന് പഠിക്കണം. ഒരു വർഷം മൊത്തം അവിടെ തന്നെ നിന്ന് പഠിച്ചിട്ട് വേണം മീൻസ് അതിൻ്റെ കളരിപ്പയറ്റ് പഠിച്ചിരിക്കാൻ. പിന്നെ ഈ കളരി പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ഡയറ്റും റൂട്ടീനും ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ കുട്ടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. രാവിലെ എത്ര മണിക്ക് നീക്കണം, അങ്ങനത്തെ സംഭവം, ഫുഡ് ഇങ്ങനെ കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കുട്ടി ഫോളോ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ കളരി ജസ്റ്റ് ബോയ്സിനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കൂടാണ്ട് റെസ്ലിങ്ങും ഫെൻസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അടുത്തത് കുടിപ്പള്ളിക്കൂടം. ഈ കുടിപ്പള്ളിക്കൂടം ഉണ്ടായിരുന്നത് ബ്രാഹ്മൺസ് അല്ലാത്ത ആൾക്ക് എഡ്യൂക്കേഷൻ വേണമല്ലോ, അങ്ങനെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വന്നത്. ബ്രാഹ്മൺസ് അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു പള്ളിക്കൂടം ഉണ്ടായിരുന്നത്. ഇത് ബേസിക്കലി ഒരു വില്ലേജ് സ്കൂളിലായിരുന്നു. നമ്മൾക്കിപ്പോൾ സാധാരണ ഒരു ഫോർമൽ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന അക്ഷരങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പഠിപ്പിക്കുക. ഇതിലുണ്ടാവുന്ന ടീച്ചർക്ക് കമ്മ്യൂണിറ്റി ആണ് ഫീസ് കൊടുക്കുക.
ഓക്കെ, ആ ഒരു കമ്മ്യൂണിറ്റി അവരുടെ ഫീസ് കളക്ട് ചെയ്തിട്ടാണ് ആ ടീച്ചറിന് എന്താ ഫീസ് കൊടുക്കണത്. ഇതിൽ കൂടുതലും ഉണ്ടായിരുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആയിരുന്നു കൂടുതലും ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആയിരുന്നു ഉണ്ടാകുന്നത്. അതും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഓരോ കാസ്റ്റിനും ഓരോ ടൈപ്പായിരുന്നു. പിന്നെ കൂടുതലും ഇപ്പം പറഞ്ഞല്ലോ ഓരോ കാസ്റ്റിനും ഓരോ ടൈപ്പ് ആയ കാരണം ഈ കാസ്റ്റ് ഏത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ് ഫോളോ ചെയ്യണമെങ്കിൽ അതന്നെ ബാക്കി എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പം ഹെറിഡിറ്ററി ആയിരുന്നു ഇത്. പിന്നെ കൂടുതലും റോട്ട് ലേണിംഗ് ആയിരുന്നു. ബുക്സ് ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. മറ്റേ എഴുത്തോല അങ്ങനത്തെ ആദ്യം കുട്ടി എന്താ മണ്ണിലും മണലിലും അരിയിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞതിന്റെ ശേഷം എന്താ ഈ പാം ലീവ്സിൽ എഴുതാൻ തുടങ്ങും. നല്ലോണം എക്സ്പേർട്ട് ആയതിനു ശേഷമാണ് ഈ പാം ലീവ്സ് യൂസ് ചെയ്യുള്ളൂ. അതുവരെ കുട്ടി അരിയില് അങ്ങനത്തെ സാധനങ്ങൾ മണ്ണിലൊക്കെ എഴുതി പഠിച്ചതിന്റെ ശേഷം വേണം എന്തിൽ എഴുതാൻ, പാം ലീവ്സിൽ എഴുതാൻ. അപ്പൊ ഇവരുടെ കൂടുതൽ ഉണ്ടായിരുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. അതും ഓരോ കാസ്റ്റിനും ഓരോ എഡ്യൂക്കേഷൻ ആയിരുന്നു. പിന്നെ ഇതിന്റെ മെയിൻ ഫങ്ഷൻ പ്രീ പ്രൈമറി ആയിട്ടാണ് ഈ പള്ളിക്കൂടം വർക്ക് ചെയ്തിരുന്നത്. 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിലൊക്കെ ഇതൊരു പ്രീ പ്രൈമറി ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതിന്റെ ശേഷം സാധാ സ്കൂളിൽ കുട്ടികളെ ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ, നമ്മളെ എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ കാസ്റ്റ്, റിലീജിയൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നോക്കാതെ ഈക്വലി എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിരിക്കാം. everyone should be allowed to study what they like and prefer. ഇപ്പം നമുക്ക് എന്താ ഓരോ കാസ്റ്റിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോ കാസ്റ്റിന് ഓരോ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പം ആ ഒരു കാസ്റ്റിന് ആ ഒരു ഇത് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, വേറൊന്നും പഠിക്കാൻ പാടില്ല. ഇപ്പോൾ സാലാസിൽ ബ്രാഹ്മിൻസിന് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആക്കാണ്ട് എല്ലാവർക്കും അവർ പ്രിഫർ ചെയ്യണ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ചാൻസ് കൊടുക്കണം. എല്ലാവർക്കും എല്ലാ യൂണിവേഴ്സിറ്റിയിലുള്ള ആക്സസ് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ അവരുടെ കൾച്ചറും ട്രഡീഷനും കുറിച്ച് നന്നായി പഠിപ്പിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾ കൾച്ചറും ട്രഡീഷനും ഒന്നും അധികം അറിയാണ്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൾച്ചറും ട്രഡീഷനും കൂടുതലും ഇനി സ്കൂളിൽ കൂടുതൽ പഠിപ്പിക്കാനുള്ള ഓരോ മെത്തേഡ്സ് ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ക്ലാസ്സസ്, അവയർനെസ് ക്ലാസ് അങ്ങനത്തെ ഓരോന്നൊക്കെ കൊടുക്കണം. യൂണിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവയർനെസ് ക്ലാസ്സോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസോ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് യൂണിറ്റി സംഭവങ്ങൾ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്ത് ക്ലാസ് മൊത്തം മിങ്കിൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കണം, നല്ലതാണ്. ഇനി conclusion, Viharas etc. Salas, Buddha Viharas etc. served as great centers of higher education. അപ്പം ഇതിലൊക്കെ ഹയർ എഡ്യൂക്കേഷൻ്റെ ചാൻസസ് ഉണ്ടാകും. സാലാസ്, ബുദ്ധ വിഹാരാസ്, ഓത്തുപള്ളിയിലൊന്നും എന്താ ഹയർ എഡ്യൂക്കേഷനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ മദ്രസയിലും ഉണ്ടായിരുന്നു ഹയർ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ. പക്ഷെ മദ്രസയിലൊന്നും വുമൻസിന് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നില്ല. ഇനി MCQ ആണ്. വിച്ച് among the following was a center of Buddhist education in Kerala? Buddhist education in Kerala is Viharas, Buddha Viharas. Kalaris were primarily associated with martial arts training and physical education. Okay. Madrasas were established by Muslims. Salas in ancient Kerala functioned mainly as centers for higher Sanskrit and Vedic learning. Othupallis refers to Muslim religious institution attached to mosque. Kudipallikudam in Kerala can be described as traditional school for basic education of non-Brahmin students. Which of the following pairs correctly matched? The evolution of education in Kerala show strong religious influence in its early stages. Early centers like Othupalli, Salas and Kalaris were all attached to religious institutions. Alright, both A and R are true. R is correct explanation of A. Kudipallikudam were established only to upper caste elites. Alla, Kudipallikudam upper caste elites. Education in Kerala was initially limited by caste and other.
Existence of diverse learning centers like salas, Othupallis and madrasas indicate Kerala's multicultural educational heritage. Each religious community in Kerala developed its own educational institution to promote literacy and moral teaching, all attached to religious institution. Thank you.